വെൽക്കം ബാക്ക് ടു ഓൾ ട്രേഡ് ആൻഡ് ലേണിംഗ് സീരീസ് ഡേ 13. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സെഷൻസിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അത് ഇതുവരെ കാണാത്തവരുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ടൈം അലൈൻമെൻറ്റിനെ കുറിച്ചാണ്. സെഷൻസ് പോലെ തന്നെ ഫോറസ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് തന്നെയാണ് ടൈം അലൈൻമെൻറ്റ്സ്. അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. മാർക്കറ്റിൻ്റെ ബയാസ് ഫിക്സ് ചെയ്യാനും ലിക്വിഡിറ്റി ഏരിയാസ് മാർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ എൻട്രി എടുക്കാനും ഒക്കെ ആയിട്ട് നമുക്കൊരു ടൈം അലൈൻമെൻറ്റ് ഉണ്ട്. കോമൺ ആയിട്ട് 2 ടൈം അലൈൻമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഞാനിവിടെ ഷെയർ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിവിടെ ഡേ ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്, 1 hour കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ 5 minutes കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ ബയാസ് ഫിക്സ് ചെയ്യുകയും 1 hour ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യുകയും 5 minutes എൻട്രി എടുക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ വീക്കിലി നമ്മൾ രണ്ടാമത്തെ അലൈൻമെൻറ്റിലാണ്. വീക്കിലി നമ്മൾ എന്താക്കും, ബയാസ് ഫിക്സ് ചെയ്യും, 4 hour ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ 15 minutes നമ്മുടെ എൻട്രി വരുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ചാർട്ടിൽ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഫസ്റ്റ് കാണിക്കും ഡേ ടൈം ഫ്രെയിം 1 hour 5 minutes ആണ്. ഡേ ടൈം ഫ്രെയിം നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു ലോ എടുത്തിട്ടുണ്ട്, അവിടെ ഒരു സ്വിംഗ് ലോ ഉണ്ട്, അത് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഡ്രോ ചെയ്തു. ഓക്കെ, നമ്മളപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു ബയാസ് ഫിക്സ് ചെയ്തു. എങ്ങനെയാണ് ഒരു ബുള്ളിഷിലോട്ടുള്ള ബയാസാണ് ഫിക്സ് ചെയ്തു. സോ നമ്മൾ 1 hour സ്വിച്ച് ചെയ്ത ശേഷം നമ്മൾ നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയാസ് മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ PO ഏരിയാസ് മാർക്ക് ചെയ്യണം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ലോ ഉണ്ട് അവിടെ. അപ്പം നമ്മൾ എന്താക്കും, അതൊരു ലിക്വിഡിറ്റി ആയിട്ട് 1 hour മാർക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്താക്കും, 5 minutes സ്വിച്ച് ചെയ്തിട്ട് അവിടെയുള്ള എൻട്രി പോയിൻറ്റ്സ് നമ്മൾ നോക്കും. ഓക്കെ, നമ്മൾ 5 minutes 1 hour നോക്കി. അതിനുശേഷം 5 minutes നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഒരു MSS ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു എക്സ്ട്രീം ആയിട്ടൊരു MSS ഉണ്ട്, ഇന്റേണൽ MSS ഉണ്ട്. സോ MSS ക്രിയേറ്റ് ചെയ്ത് വിത്ത് FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു FEGയുടെ ഓപ്പണിങ്ങിൽ എൻട്രി നോക്കി നമുക്ക് അവിടെ ഒരു 1:2 ടാർഗറ്റ് വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് 1 hour 5 minutes ആ ഒരു എൻട്രി മെത്തേഡ് വരുന്നത്. ഇനി നമുക്ക് വീക്കിലി 4 hour 15 minutes കൂടെ നോക്കാം. ഞാനിവിടെ വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് ചാർട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ആ ഡേയിൻ്റെ ലോ തന്നെ ഇവിടെ ഒരു വീക്കിൻ്റെ ലോയും കൂടിയാണ്. ഓക്കെ, നമ്മൾ അത് തന്നെയാണ് കംപ്ലീസൻ്റ് ആയിട്ടുള്ളതല്ലേ. സോ നമ്മൾ ആ ഒരു വീക്കിൻ്റെ ലോ അവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 4 hour സ്വിച്ച് ചെയ്യണം. വീക്കിലി 4 hour 15 minutes അല്ലേ. സോ നമ്മൾ 4 hour സ്വിച്ച് ചെയ്തു. അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ എന്താക്കി, ആ ഒരു 4 hour കൂടെ ലോ ആണത്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കി 4 hour കൂടെ ലോ ആയിരുന്നത്. ഓക്കെ, അതും സ്വീപ്പ് ചെയ്തു. സോ നമുക്കിനി എന്താക്കാം, എൻട്രി പോയിൻ്റ് വേണ്ടിയിട്ട് നമ്മൾ 15 minutes സ്വിച്ച് ചെയ്യാം. അങ്ങനെ ഞാൻ ചാർട്ട് 15 minutes സ്വിച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് എന്താക്കി, ഒരു എക്സ്ട്രീം ആയിട്ടുള്ള MSS മാർക്കറ്റ് തന്നിട്ടുണ്ട്. അവിടെ ഒരു എക്സ്ട്രീം ആയിട്ടൊരു MSS മാർക്കറ്റ്, ആ ഒരു എക്സ്റ്റേണൽ MSSനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു എൻട്രി നോക്കാൻ പറ്റും. എങ്ങനെ ഇവിടെ എൻട്രി നോക്കുന്നത് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കൺഫർമേഷൻസ് ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് ആ ഒരു ബ്രേക്കർ ബ്ലോക്ക് എടുക്കാം. ബ്രേക്കർ ബ്ലോക്ക് എന്താണുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ ആ ഒരു ബ്രേക്കർ ബ്ലോക്കാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ബ്രേക്ക് ബ്ലോക്ക് എവിടെയാണ്, ഓക്കെ ഇതാണ് നമ്മുടെ ആ ബ്രേക്കർ ബ്ലോക്ക് വരുന്നത്. സോ ഞാൻ ആ ബ്രേക്കർ ബ്ലോക്ക് അവിടെ ഡ്രോ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ആ ഒരു ബ്രേക്കർ ബ്ലോക്കിലേക്ക് വന്നിട്ട് നമ്മുടെ ഒരു എൻട്രി ട്രിഗർ ആയതിനു ശേഷം മാർക്കറ്റ് ബുള്ളിഷിലോട്ട് പോയി. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഓപ്പണിങ്ങിൽ എൻട്രി വെക്കാവുന്നതും സ്റ്റോപ്പ് ലോസ് ആയിട്ട് ആ ഒരു ലോ കീപ്പ് ചെയ്ത് നമുക്കൊരു 1:2 ടാർഗറ്റ് എടുക്കാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു ടൈം അലൈൻമെൻറ്റ് യൂസ് ചെയ്യുന്നതെന്ന്. നിങ്ങൾ ചാർട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ടൈം അലൈൻമെൻറ്റ് മാത്രമല്ല, ഓരോരുത്തർക്കും ഓരോ ടൈം അലൈൻമെൻറ്റ്സ് ആയിരിക്കും. സോ ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ കമൻറ്റായി ചോദിക്കുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി DM ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ഈ ട്രേഡ് ആൻഡ് ലേണിംഗ് സീരീസ് മിസ്സാകാണ്ടിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.